കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഹിന്ദിയിൽ വളരെ എളുപ്പത്തിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഓരോ പ്രാവശ്യം ഹിന്ദി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനായിട്ട് സംസാരിക്കണം. അപ്പം അവൻ്റെ അടുത്ത് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. कल मैं यहाँ आया था शरद, तुम कहाँ थे? कल शाम को मैं तुम्हारे घर पे आया था, तुम कल शाम को कहाँ था? तुम कल शाम को कहाँ था എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരത് തും കൽ ഷാം കോ കഹാദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് നീ എവിടെയായിരുന്നു? കൽ ശ്യാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, കല്ലെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് നീ എവിടെയായിരുന്നു? കൽ ഷാം കോ തും കഹാദാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാ, അരേ യാർ മേ തോ കൽ ഘൂമനെ കെ ലിയെ ഗയാ താ, കൽ മേ ഘൂമനെ കെ ലിയെ ഗയാ താ, കൽ മേ ഘൂമനെ കെ ലിയെ ഗയാ താ എന്ന് വെച്ചാൽ എന്തുവാണ്? ഘൂമനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങാൻ വേണ്ടി പോയാണെന്നാണ്. കറങ്ങിയെന്ന് വെച്ചാൽ വട്ടം കറങ്ങുമെന്നല്ല, പുറത്ത് കറങ്ങാൻ പോയതാണെന്നാണ്. മനസ്സിലായോ? കൽ ഷാം കോ മേ ഘൂമനെ കെ ലിയെ ഗയാ താ, കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു, ഞാൻ പുറത്ത് കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു. പുറത്ത് കറങ്ങാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞിട്ടില്ല. കൽ ഷാം കോ മേ ഘൂമനെ കെ ലിയെ ഗയാ താ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോയിരിക്കുകയായിരുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പുറത്ത് പോയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, കൽ ഷാം കോ മേ ബാഹർ ഘൂമനെ കെ ലിയെ ഗയാ താ, തും आज सुबह कहाँ गया था? मैं तुम्हें फ़ोन किया था लेकिन तुमने फ़ोन नहीं उठाया. मैं आज सुबह तुम्हें फ़ोन किया था, तुम फ़ोन नहीं उठाया എന്ന് അവൻ നമ്മളോട് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആജ് സുബ, ഇന്ന് രാവിലെ, मैं तुम्हें फ़ोन किया था, ഞാൻ നിന്നെ ഫോൺ ചെയ്തായിരുന്നു, लेकिन तुम फ़ोन नहीं उठाया था, നീ ഫോൺ എടുത്തില്ലായിരുന്നു. അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, आज मेरा फ़ोन फ्लाइट मोड में करके रखा था, आज मैं मेरा फ़ोन फ्लाइट मोड पर रखा था, इसीलिए तुम्हें कॉल नहीं लगा, तुम्हारा कॉल नहीं लगा, അതുകൊണ്ട് നിൻ്റെ കോൾ എനിക്ക് കിട്ടിയില്ല. ഇന്ന് ഞാൻ എൻ്റെ ഫോണ് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇന്ന് നിൻ്റെ കോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ പുറത്തൊന്നും പോയിട്ടില്ലെന്ന് പറയണത് എങ്ങനെയാണ്? मैं बाहर नहीं गया था, मैं घर पे था लेकिन मैं सो रहा था, मैं घर पे था लेकिन मैं सो रहा था എന്ന് പറയാണ്. അപ്പം നമ്മൾ അവനോട് ചോദിക്കുകയാണ്, तुम्हारा पढ़ाई कैसा चल रहा है? तुम्हारा पढ़ाई कैसा चल रहा है? നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ തിരിച്ച് പറയാണ്, मेरा पढ़ाई बहुत अच्छे से चल रहा है, तुम्हारा कैसा है? तुम अच्छे से पढ़ते हैं कि नहीं എന്ന് ചോദിക്കുകയാണ്. തും अच्छे से पढ़ते हैं कि नहीं, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അതോ ഇല്ലേ? എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? मैं बहुत अच्छे से पढ़ता हूँ, रात को 11 बजे तक पढ़ता हूँ और उसके बाद सो जाता हूँ और सुबह 4 बजे उठकर पढ़ाई फिर से करता हूँ എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായോ? 11 बजे तक मैं पढ़ता हूँ എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി 11 മണി വരെ, रात को 11 बजे तक पढ़ता हूँ, 11 മണി വരെ ഞാൻ പഠിക്കും. फिर सो जाता हूँ और 4 बजे उठकर पढ़ाई करता हूँ, फिर 4 बजे उठकर पढ़ाई करता हूँ, പിന്നെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കും. तुम आज क्लास में क्यों नहीं आया? आज तुम क्लास में क्यों नहीं आया? ഇന്ന് നീ എന്താണ് ക്ലാസ്സിൽ വരാമെന്ന് നമ്മൾ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, आज मेरा मन नहीं लगा, क्लास में आने का मन नहीं लगा, इसीलिए मैं नहीं आया. എനിക്കിന്ന് ക്ലാസ്സിൽ വരാനുള്ള മനസ്സില്ലായിരുന്നു, അതുകൊണ്ട് ഞാനിന്ന് ഒരു മനസ്സ് തോന്നിയില്ല, അതുകൊണ്ട് ഞാനിന്ന് ക്ലാസ്സിൽ പോയില്ലെന്ന് അവൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ അവൻ്റെ കൂട്ടുകാരനല്ലേ. അപ്പോൾ ഞാൻ പറയുകയാണ്, ശരത്ത്, मैं भी आज क्लास आना नहीं चाहता था, फिर भी एग्ज़ाम चल रहा है ना, इसीलिए मैं भी आज क्लास आया, आज मैं क्लास गया. എക്സാമൊക്കെ അടക്കിയല്ലേ ശരത്തെ, അതുകൊണ്ട് ഞാനും ഇന്ന് ക്ലാസ്സിൽ പോകാതിരുന്നില്ല, ഞാനിന്ന് പോയി എന്നാണ് പറഞ്ഞത്.
പിന്നെ നമ്മൾ ശരത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ശരത്ത് തുമാരാ പിതാജി ദുബായ് സെ കബ് ആനെ വാലെ ഹെ, തുമാരാ പിതാജി ദുബായ് സെ കബ് ആനെ വാലെ ഹെ. അവൻ്റെ അച്ഛൻ ഇപ്പം ദുബായ് ലെവലിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം, തുമാരാ പിതാജി ദുബായ് സെ കബ് ആ രഹാ ഹെ എന്ന് ചോദിക്കാം. നിന്റെ അച്ഛൻ ദുബായിൽ നിന്ന് എപ്പോഴാണ് വരുന്നത്? തുമാരാ പിതാജി ദുബായ് സെ കബ് ആ രഹാ ഹെ. തുമാരാ പിതാജി എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ ദുബായ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദുബായ് സെ കബ് ആ രഹാ ഹെ, ദുബായിൽ നിന്ന് എപ്പോഴാണ് വരുന്നത്. അപ്പം പറയാണ് അഗിലേ മൈനെ ആ രഹാ ഹെ മേരാ പിതാജി, അഗിലേ മൈനെ മേരാ പിതാജി ആ രഹാ ഹെ ഷെഹർ മേ, എൻ്റെ അച്ഛൻ അടുത്ത മാസം നാട്ടിൽ വരും, ആ രഹാ ഹെ വരും എന്നാണ്. അപ്പം നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, തുമാരാ പിതാജി ആത്തെ വക്ത് തുമേ നയ ഫോൺ ഖരീദ് കർ ലായേഗാ ക്യാ എന്ന് ചോദിക്കാം. നിനക്ക് നിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പം പുതിയ ഫോൺ വാങ്ങിച്ചോണ്ട് വരുമോ, പുതിയ ഫോണ് വാങ്ങിച്ചോണ്ട് വരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അവൻ പറയാ, നഹി മേരാ പിതാജി ऐसे मुझे ഫോൺ നഹി ഖരീദ് കർ ലായെങ്കെ, मेरे पिताजी मेरे को ഫോൺ നഹി ഖരീദ് കർ ലായെങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അച്ഛൻ എനിക്ക് ഫോൺ മേടിച്ചേണ്ട തരത്തില്ല ദുബായിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ചോദിക്കുക അതെന്താണ് ഓ ക്യൂ ഏസാ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അപ്പോൾ അവൻ പറയുകയാണ്, मैं पढ़ता नहीं है, सारी वक्त फ़ोन में खेलता हूँ, ऐसा मेरे माँ പിതാജി സെ ഫോൺ करते वक्त बोलता है എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ പഠിക്കത്തൊന്നുമില്ല, ഞാൻ എപ്പോഴും ഫോണിൽ നോക്കി കളിച്ചോണ്ടിരിക്കുകയാണെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. അത് ആ കാരണം കൊണ്ട് അച്ഛൻ മേടിച്ചോണ്ട് വരത്തില്ല. इसी वजह से पिताजी फ़ोन खरीद कर नहीं आएगा, लेकर नहीं आएगा. इस वजह से पिताजी फ़ोन खरीद कर नहीं लाएगा, അല്ലെങ്കിൽ ഖരീദ് കർ നഹി ലായേഗ, അല്ലെങ്കിൽ ഖരീദ് കെ ലേക്കർ നഹി ആയേഗ എന്നും പറയാം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആ കാരണം കൊണ്ട് ഫോൺ വരുമ്പോൾ മേടിച്ചോണ്ട് വരത്തില്ലെന്നാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് അവനോട് ചോദിക്കണം, തുമാരാ ഭായി കിത്തനെ സ്റ്റാൻഡേർഡ് മേ അഭി പഠായി കർത്താ ഹെ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ അനിയൻ ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ പറയാണ്, ഓ അഭി 10th स्टैंडर्ड में पढ़ाई करते हैं, 10th स्टैंडर्ड में पढ़ाई करते हैं. वो 10th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓ കേസാ ഓ ठीक से पढ़ता है कि नहीं, അവൻ നന്നായിട്ട് പഠിക്കുമോ ഇല്ലെന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, वो तो मेरे से भी ज़्यादा अच्छे से पढ़ाई करता है, അവൻ എന്നെക്കാളും നന്നായിട്ട് പഠിക്കും. बहुत अच्छा मार्क आता है उसको, വളരെ നല്ല മാർക്കൊക്കെയാണ് അവന് കിട്ടുന്നത് എന്ന് പറയുകയാണ്. വളരെ നല്ല മാർക്കാണ് അവൻ വാങ്ങുന്നത്, എന്നെക്കാട്ടിലും നന്നായിട്ട് അവൻ പഠിക്കും. മേരെ സെ ബി ज़्यादा वो पढ़ाई करता है. അപ്പോൾ നമ്മുടെ അടുത്ത് കൂട്ടുകാരെ ചോദിക്കുകയാണ്, തുമാരാ ഘർവാലെ കേസേ ഹെ, തുമാരാ മാ ഓർ പിതാജി കേസ ഹെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ശരത്ത് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരൻ അടുത്ത് ചെന്നിരിക്കുകയല്ലേ, അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എന്നെ അടിക്കുകയാണ്, അച്ഛനും അമ്മക്ക് സുഖമാണോ, തുമാരാ ഘർവാല കേസാ ഹെ, ഘർവാലെ കേസേ ഹെ, മാ ബാപ്പ് കേസേ ഹെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എന്തെടുക്കുകയാണ്, വീട്ടിലുള്ളവരൊക്കെ എന്തെടുക്കുകയാണ്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, वो सब बहुत ठीक है, वो लोग बहुत अच्छे से रह रहे हैं, कोई परेशानी नहीं है, वो लोग बहुत अच्छे से रह रहे हैं, कोई परेशानी नहीं है എന്ന് പറഞ്ഞാൽ അവർ വളരെ നന്നായിട്ടിരിക്കുന്നു, ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമുക്ക് ചോദിക്കണം കൂട്ടുകാരനടുത്ത്, ശരത്ത് तुम्हारा माँ कहाँ गया है, मैं घर पे आया तभी से देख रहा हूँ, लेकिन तुम्हारा माँ को दिखाई नहीं दे रहा है, वो कहाँ पर गया है എന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ തൊട്ട് നോക്കുന്നതാണ്, നിൻ്റെ അമ്മയെ കാണുന്നില്ല, നിൻ്റെ അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, മാ തോ ബാസാർ മേ ഗയാ ഹെ, ബാഹർ ഗയാ ഹെ, ബാസാർ പേ ഗയാ ഹെ, കുച്ച് ചീസ് ഖരീദിനാഥ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കുച്ച് സാമാൻ ഖരീദിനാഥ ഇസിലിയെ മാ ബാസാർ ഗയാ ഹെ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അമ്മ പുറത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, കടയിൽ പോയിരിക്കുകയാണ്. ബാസാർ എന്ന് പറഞ്ഞാൽ കടയിൽ, അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ദുക്കാനെന്നും പറയാം, ദുക്കാൻ മേ ഗയാ ഹെ എന്നും പറയാം, അല്ലെങ്കിൽ ബാസാർ മേ ഗയാ ഹെ എന്നും പറയാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ പറയാം കേട്ടോ. അത് നിങ്ങൾക്ക് എന്താണ്
എവിടെയാ പോയിരിക്കുന്നത് അറിയാമെങ്കിലേ പറയാനൊക്കത്തുള്ളൂ. ഇപ്പം കടയിൽ പോയെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ബാസാറെന്നോ അല്ലെങ്കിൽ ദുക്കാനെന്നോ അത് നമ്മുടെ ഇഷ്ടത്തിന് പറയാം, അതിൽ കുഴപ്പമില്ല, അങ്ങനെ പറയാം. സബ്ജി ഖരീദിനേക്ക് ലിയേ ഗയാ ഹൈ എന്ന് വേണമെങ്കിൽ പറയാം. പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി പോയിരിക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അടുത്ത വീട്ടിലാണ് പോയിരിക്കുന്നതെങ്കിൽ, അമ്മ ഇപ്പോൾ അടുത്ത വീട്ടിലാണ് പോയിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയാമോ? മാ പടോസി കെ ഘർ പേ ഗയാ ഹൈ. മാ പടോസി കെ ഘർ പേ ഗയാ ഹൈ. മാ പടോസി കെ ഘർ പേ ഗയാ ഹൈ എന്ന് പറഞ്ഞാൽ എന്നാണ്? പടോസി എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമോ? പടോസി എന്താണ് അറിയാവുന്നവർ പറ. പടോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലോക്കത്തുകാരില്ലേ, അതിൻ്റെ പരിസരത്തുള്ള ആൾക്കാരുണ്ടല്ലോ, അയലോക്കക്കാർ, അവരാണ് പടോസി എന്ന് പറയുന്നത്. പടോസിക്ക് ഘർപ്പേ ഗയാ ഹൈ. അപ്പുറത്തെ വീട്ടിൽ അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്, അയലോക്കക്കാരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്, അങ്ങനെ പറയാം. അപ്പം ഇത്രേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുകാരനോട് ഇനി പോകാൻ പോവുകയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരൻ ഇപ്പോൾ നിങ്ങൾക്ക് മേ തുമാരിലെ ചായ ലേക്കർ ആത്താഹൂ എന്ന് പറയുകയാണ്. മേ തുമാരിലെ ചായ ലേക്കർ ആത്താഹൂ. കൂട്ടുകാരൻ പറയാണ് നിനക്ക് ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പം നമ്മൾ പറയുകയാണ് വേണ്ട, നഹി ശരത്ത്, മേനെ ചായ പീന ചോട് ദിയാ ഹൈ, മേ ചായ നഹി പീത്ത. ഞാൻ ചായ കുടിക്കുന്നത് നിർത്തി, അതുകൊണ്ട് എനിക്ക് ചായ വേണ്ടെന്ന് പറയാണ്. മേ ചലത്താ ഹോ ശരത്ത്, മേ ജാ രഹാ ഹൂ എന്ന് പറയാണ്. ടീക്ക് ഓക്കെ എന്ന് അവനും പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ കൂട്ടുകാർക്കിടയിൽ ഒരുപാട് പറയാനൊക്കെ കാണും. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചോദിക്കാനും പറയാനും പറ്റുന്ന കാര്യങ്ങളെ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അങ്ങനെ അത്ര നമ്മൾ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് ഭയങ്കര മഴ. बहुत बारिश हो रहा है, तुम्हारे पास जाता है क्या, छाती है क्या എന്ന് ചോദിക്കാം. ഛാത്തി ഹേ ക്യാ എന്ന് പറഞ്ഞാൽ കുടയുണ്ടോയെന്നോ. നഹി തോ മേരാ ഛാത്തി തും ലേക്കർ ജാവോ, മേരാ ഛാത്തി തും ലേക്കർ ജാവോ, എൻ്റെ കുട നീ കൊണ്ടുപോക്കോ എന്ന് പറയണം. അപ്പം ടീക്കെ ശരത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്ന എന്തൊക്കെ കാര്യമാണെന്നത് വീണ്ടും വീണ്ടും കേട്ട് നോക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് ഒറ്റക്ക് പറഞ്ഞ്, ഇപ്പോൾ 2 പേരുണ്ടെന്ന് സങ്കല്പിച്ച് ഒറ്റക്ക് പറഞ്ഞ് കണ്ണാടിയെ നോക്കിക്കൊണ്ടോ അങ്ങനെയൊക്കെ ഒറ്റക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാനും പറ്റും. അപ്പം അങ്ങനെ പഠിക്കുക. നന്നായിട്ട് ഹിന്ദി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടത് പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ അവൻ്റെ അനിയൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ അനിയത്തി എവിടെയാണോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാമോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, അത് എന്താണ് ഞാനിപ്പോൾ ചോദിച്ചതെന്ന് നിങ്ങൾ മലയാളത്തിൽ കമൻറ്റിലൂടെ അറിയിക്കണം. तुम्हारा बहन को दिखाई नहीं दिया, वो कहाँ है? तुम्हारा बहन कहाँ है? वो घर पे नहीं है क्या? वो घर पे नहीं है क्या എന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്താ നിങ്ങൾ പറയണം. പിന്നെ അടുത്ത ചോദിക്കുകയാണ്, तुम्हारा वो इंग्लिश का असाइनमेंट का बुक मेरे को दे सकता है क्या? तुम्हारा इंग्लिश का असाइनमेंट का बुक मेरे को दे सकता है क्या? कल मैं पूरा लिख कर तुम्हें दे दूँगा, वापस दे दूँगा എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. തെറ്റിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, തെറ്റൊന്നും പേടിക്കണ്ട. തെറ്റിപ്പോയാലും പ്രശ്നമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പം എന്താണ് തെറ്റിയതെന്ന് പറഞ്ഞാൽ മനസ്സിലായാലല്ലേ അത് നമുക്ക് തിരുത്താനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ആരും തെറ്റിപ്പോകുന്നൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ തെറ്റുകൾ വരും, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും കണക്കിലെടുക്കാതെ നമുക്കത് പഠിക്കണമെന്ന് ആഗ്രഹമാക്കി എടുത്തു കഴിഞ്ഞാൽ ഏത് ഭാഷയും നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു ആഗ്രഹം ഉണ്ടാവണം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് പറയാം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നാത്തതുകൊണ്ട് ഇംഗ്ലീഷ് ശരിക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം തോന്നിയാൽ മാത്രമേ അത് പഠിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാനൊക്കത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.